പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇനിയും വരണം, അദ്ദേഹം ഇനിയും ഭരിക്കണം. അത് ഗുണം ചെയ്യുമെന്ന് എനിക്കറിയാമേ, ഗുണം ചെയ്യാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. അല്ല, അവരാരും പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നില്ലല്ലോ, അവർ പാർട്ടി സഖാക്കളുടെ മക്കളാണ്. ഇല്ല, അങ്ങനെ കാരണം ഇപ്പം 3 പേരും ഏകദേശം തൊട്ട് അടുത്തടുത്തായിട്ട് നിൽക്കുക. എല്ലാം നല്ലൊരു ഭരണം, കാരണം ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല രീതിയിൽ. ഇനി അങ്ങോട്ട് തിരഞ്ഞെടുപ്പിൻ്റെ ചൂടാണ്. തിരഞ്ഞെടുപ്പിന് തീയതിയൊക്കെ നിശ്ചയിച്ചതോടുകൂടി അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രഖ്യാപനം വന്നതിന് മണിക്കൂറുകൾക്കകം തന്നെ നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തിറക്കുകയുണ്ടായി. എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുമെന്ന് പറഞ്ഞ് UDFിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ ഒന്നും അറിവായിട്ടില്ല. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക നിശ്ചയിച്ച നമ്മുടെ LDFിന് വലിയൊരു സല്യൂട്ട് തന്നെയാണ്. കാരണം അത്രയും വലിയൊരു കാര്യം എത്രയും പെട്ടെന്ന് തീർത്തതിന്. പക്ഷേ ഈ വന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ ആ ഒരു പട്ടിക പല അണികൾക്കും ഒരു അസ്വാരസ്യം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നുള്ളതാണ്. കാരണം സ്ഥാനാർത്ഥി പട്ടികയിൽ പല പ്രമുഖന്മാരെയും വെട്ടിമാറ്റിയിട്ടുണ്ട്. നമ്മുടെ G. സുധാകരൻ, മണി, നമ്മുടെ സ്പീക്കറായ ഷംസീറിനെയൊക്കെ മാറ്റിക്കൊണ്ട് നമ്മുടെ പാർട്ടി സെക്രട്ടറിയായ MV ഗോവിന്ദൻ്റെ ഭാര്യയ്ക്ക് സ്ഥാനാർത്ഥിത്വം കൊടുക്കുകയുണ്ടായി. പിന്നെ നമ്മുടെ വിജയരാഘവൻ്റെ ഭാര്യ, നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിയായ ബിന്ദു, അവർക്കൊക്കെ സ്ഥാനം കിട്ടിയപ്പോൾ പ്രമുഖരെയെല്ലാം പിന്തള്ളിയോ എന്ന് ചോദിക്കുമ്പോൾ CPM അല്ലെങ്കിൽ CPMൻ്റെ ഒരു ആധിപത്യം പിണറായിയിലേക്കാണോ ചെന്ന് നിൽക്കുന്നത് എന്നൊരു ചോദ്യവും കൂടെ വരുന്നുണ്ട്. ഈ ചോദ്യത്തിന് നമ്മളല്ല മറുപടി പറയേണ്ടത്. ശരിക്കും എന്നത്തെ പോലെ തന്നെ നമ്മുടെ അണികൾ, അതായത് സാധാരണക്കാരായ ജനങ്ങൾ, വോട്ടർമാർ, അവരാണ് തീരുമാനിക്കേണ്ടതും പറയേണ്ടതും. അപ്പോൾ എന്താണ് അവരുടെ അഭിപ്രായം ഇതിനെക്കുറിച്ച്, ഈ സ്ഥാനാർത്ഥി പട്ടികയെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താണെന്ന് കേട്ടു നോക്കാം. ഒരു സ്ഥാനാർത്ഥി പട്ടിക വന്നിട്ടുണ്ട്. ആ പട്ടികയെ കണ്ടിട്ട് അല്ലെങ്കിൽ അത് മനസ്സിലാക്കുന്നത് എന്താണെന്നുള്ളതാണ്. അതായത് പാർട്ടിയിലെ പ്രമുഖരെ എല്ലാം വെട്ടി നിരത്തിക്കൊണ്ട് പിണറായി പക്ഷത്തോട് ചായ്വുള്ളവരുടെ ലിസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ് പിണറായി സർക്കാർ എന്ന് പറഞ്ഞാൽ പിണറായി ഏറ്റവും നല്ലൊരു മനുഷ്യനാണ്. അയാൾ അത്ര നല്ലോണം ഭരിക്കാൻ പറ്റൊരു കേരളത്തിൽ മിക്കവാറും കാണൂല. പക്ഷേ താഴേക്കടലോട്ടൊന്നും അത്ര പോരാ. ഇല്ല. പിണറായി ഓക്കെ, അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ്. അയാൾ ഭരണപരമായിട്ട് ഒന്നും അഴിമതിയോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. താഴേക്കടയെ പറ്റി എനിക്കറിയില്ല. അതെ, അദ്ദേഹത്തിനെ കുറിച്ച് 100% ഉറപ്പാണ്. നല്ല വ്യക്തിയാണ്. വേറെ ഒരു കളങ്കവും ഇല്ല. കറക്റ്റ് ആയിട്ടുള്ള ഭരണമാണ്. മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ അപരാധം കേൾക്കുന്നുള്ളതേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹത്തിനെ കുറിച്ച് യാതൊരുവിധ ഒരു പോയിന്റ് പോലും അഴുക്കായിട്ട് പറയാനില്ല. അല്ല, ഇത് 3ാം തുടർ ഭരണം. വേറൊന്നും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ തന്നെ ഒരു പരാതി കൊടുത്തിരുന്നു. അപ്പൊ ഒരു CM വിത്ത് മീ എന്ന് പറഞ്ഞൊരു ഇത് തുടങ്ങിയപ്പോഴത്തേക്കും അതില് 1100 പറഞ്ഞാണ് ഞാൻ ഒരു പരാതിയുടെ അപേക്ഷ. അതായത് എന്റെ വീട്ടിലേക്കുള്ള വഴിയില്ല. ഇപ്പൊ അവരൊരു വഴി ഉണ്ടാക്കി തരണം, ഗവൺമെന്റ് ഇടപെട്ട് വഴി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഞാൻ ഒരു പരാതി ഇപ്പോൾ കൊടുത്തിരുന്നത്. അത് ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറെ ഒന്നുകൂടെ അപ്പോൾ അവർ പറഞ്ഞ് അത് എവിടെ പോയി എങ്ങനെയാണെന്ന് അറിയില്ല, ഒന്നുകൂടെ കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 80,802 പറഞ്ഞിട്ട് ഒരു ഇത് ഞാനിവിടെ കിടപ്പുണ്ട്. അതിന്റെ മറുപടി ഒന്നും എനിക്ക് ഇതുവരെ കിട്ടിയതുമില്ല. അതൊക്കെ ഇനി പോയി. ഇനി നമ്മള് അതിന്റെ പുറകെ പോയിട്ട് കാര്യമുണ്ടോ? അതിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. ഇനി അഥവാ പുതിയ മന്ത്രിസഭയിൽ ഇവരാണ് തുടർ ഭരണം വരുന്നുവെങ്കിൽ ചിലപ്പോൾ ചേട്ടൻ പറഞ്ഞതുപോലെ ഈ നമ്മുടെ നല്ലവനായ മുഖ്യമന്ത്രി എന്നേ പറയാൻ പറ്റുള്ളൂ, അതെ, അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇത് ചെയ്യുമെന്ന് വിശ്വാസമുണ്ടോ? പക്ഷെ അദ്ദേഹത്തിന് ഈ ഒരു പരിധി വരെയുള്ള ഏറ്റവും താഴേക്കടയിലുള്ളവരെയൊന്നും നിയന്ത്രിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ അത് പറ്റില്ല. അതിന് ആര് കയറിയിരുന്നാലും അത് ഇവിടെ അറിയാവുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയിരുന്നേ കൊള്ളായിരുന്നു. അല്ല, ഈ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒന്നും തന്നെ നമ്മുടെ പഴയ VSന്റെ മകനോ അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കോ ഒന്നും തന്നെ സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം വന്നിട്ടില്ല. പല പ്രമുഖ നേതാക്കന്മാരുടെ പേരും വെട്ടി മാറ്റിയിട്ടുണ്ട് ഇതിൽ നിന്ന്, ഇല്ലേ? നമ്മുടെ G. സുധാകരൻ, മണി ഒക്കെ മാറ്റി. പക്ഷെ ഇതില് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യയ്ക്കും നമ്മുടെ ബിന്ദു ശ്രീമതി അല്ലെ മന്ത്രി, അവർക്കൊക്കെ ഈ പാർട്ടി സ്ഥാനാർത്ഥി പട്ടികയിൽ സ്ഥാനം വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്ത് ചായ്വ് അല്ലെങ്കിൽ എന്താണെന്നുള്ളതാണ്. അത് എന്ത് ചായ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് യഥാർത്ഥത്തിൽ അല്ല, CPM എന്ന് പറയുന്നത് നമ്മുടെ പിണറായി വിജയൻ നല്ല വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഇപ്പോഴത്തെ നിലവാരത്തിൽ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനൊരു ബലമില്ലാത്തൊരു പാർട്ടി പോലെ ആയിപ്പോകും. പാർട്ടിക്ക് തന്നെ അതറിയാം. അദ്ദേഹം നല്ലൊരു വ്യക്തിയാണല്ലോ. അദ്ദേഹത്തിന്റെ കഴിവുകൾ ഏകദേശം താഴെ വരെ ഏകദേശം എങ്കിലും എത്തുന്നുണ്ട്. അദ്ദേഹം വേണം. അദ്ദേഹം ഉണ്ടെങ്കിലേ കാര്യം നടക്കൂ. ഇനി 3ാം തുടർ ഭരണം വേണം. 3ാം തുടർ ഭരണവും വേണം. അദ്ദേഹം തന്നെ മുഖ്യമന്ത്രിയും ആവണം. ഇതേപോലെ തന്നെ കാര്യങ്ങൾ പോവുകയും വേണം.
പിന്നെ താഴെക്കടയിലേക്ക് ഒന്ന് നോക്കാണ്ടോ, അത്രേ ഉള്ളൂ. ഇത് നേതാവ് കാണട്ടെ എന്നുള്ളതാണ് മുഖ്യം, കേൾക്കണം ഇങ്ങനെ. അത് കേൾക്കാറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഉള്ളതല്ല ഞാൻ ഈ പറയുന്നത്. എനിക്ക് നമുക്കിപ്പോൾ കള്ളം പറയേണ്ടതല്ല, എനിക്ക് യാതൊരു രാഷ്ട്രീയവും ഇല്ല, ഞാൻ ഒരു പാർട്ടിക്കൂടെ നിൽക്കുന്നതുമില്ല. പക്ഷേ നമ്മൾ ഉള്ളത് പറയണം. പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഇനിയും വരണം, അദ്ദേഹം ഇനിയും ഭരിക്കണം. അതായത് പല പ്രമുഖ നേതാക്കന്മാരെയും അതിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. 2 പ്രാവശ്യത്തെ തുടർഭരണം എന്നുള്ളൊക്കെ ഒരു, അല്ലെങ്കിൽ 2 പ്രാവശ്യത്തെ അവസരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സ്പീക്കറൊക്കെ അതിൽ നിന്ന് ഔട്ടായിട്ടുണ്ട്, ജി സുധാകരൻ. പകരം പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ എം പി ഗോവിന്ദൻ്റെ ഭാര്യ, അങ്ങനെയൊക്കെ ഉള്ളവർ വന്നിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്നാണ്? പാർട്ടിയുടെ കാര്യമല്ലേ, നമുക്ക് അതിൽ പ്രത്യേക അഭിപ്രായങ്ങളൊന്നുമില്ല. അല്ല, എന്നാലും ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ്. പാർട്ടി ഗുണം ചെയ്യുമെന്ന് എനിക്കറിയാം, ഗുണം ചെയ്യാതിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഗുണം ചെയ്യാതിരിക്കാനാണ് സാധ്യത. ഈ 3ാം തുടർ ഭരണം വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. ഇനി ആരായിരിക്കും വരുന്നത് എന്നുള്ളതാണ്. UDF ആയിരിക്കും വരുന്നത് തോന്നുന്നത്. അതിനെ കണ്ടിട്ട് ഒരു പിണറായിസം ഉണ്ടോ, അല്ലെങ്കിൽ ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? കാരണം അതിൽ നിന്ന് പ്രമുഖരായ പലരെയും വെട്ടിമാറ്റിയിട്ടുണ്ട്. ജി സുധാകരൻ എന്നൊക്കെ പറയുന്ന പ്രമുഖരായ നേതാക്കന്മാർ, മണി അങ്ങനെയുള്ളവരെയൊക്കെ പുറത്താക്കിക്കൊണ്ട് നമ്മുടെ എം പി ഗോവിന്ദൻ്റെ പാർട്ടി സെക്രട്ടറി, അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെയാണ് അടുത്ത പുതിയ സ്ഥാനാർത്ഥി പട്ടികയിൽ വന്നിട്ടുള്ളത്. ഇത് പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ചെയ്യും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? കാരണം നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രിയ നേതാവായ BSന്റെ മകൻ അരുൺകുമാറിനൊന്നും പാർട്ടി അങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് എങ്ങനെയാണ്, ചേട്ടൻ്റെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് ഇപ്പോൾ ഈ പട്ടിക ഒരു നല്ല വിജയത്തിൽ എത്തിക്കുമെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും 3ാം തുടർ ഭരണം വരുമെന്നുള്ളത് തന്നെയാണ്. അല്ലേ? എന്തുകൊണ്ടാണ് ചേട്ടാ അങ്ങനെ പറയുന്നത്? കാരണം ജനങ്ങളിൽ അത്രയും നല്ലൊരു വിശ്വാസം ഉള്ളത് കൊണ്ടാണോ പാർട്ടിക്ക്? അങ്ങനെ തന്നെയാണ്. ത്തിന്റെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ വന്നിട്ടുണ്ട്. അതിലൊരു പിണറായിസം കാണുന്നില്ലേ എന്നുള്ളതാണ്. അല്ല, ഇതിലുള്ള മുൻ പ്രമുഖ നേതാക്കന്മാരെ, പാർട്ടിയിലെ പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം വെട്ടിമാറ്റിക്കൊണ്ടുള്ള ഒരു ലിസ്റ്റാണ് വന്നേക്കുന്നത്. പ്രമുഖരെന്ന് പറയുമ്പോൾ ജി സുധാകരൻ ഇല്ല, മണിയില്ല, നമ്മുടെ സ്പീക്കർ ഷംസുദ്ദീൻ, അദ്ദേഹം ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഇവരെയൊക്കെ മാറ്റിക്കൊണ്ടാണ് നമ്മുടെ എം വി ഗോവിന്ദൻ, പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് സ്ഥാനാർത്ഥിത്വമുണ്ട്. അതെന്താണ്? ഞാൻ പറയാത്തത്, എനിക്ക് കുറച്ചൊക്കെ രാഷ്ട്രീയം അറിയാം. എന്നിരുന്നാലും പറയണ അവരെയൊക്കെ ഓരോ കാണാനല്ലേ. MM മണിയൊക്കെ പ്രായമായില്ലേ? MM മണി, സുധാകരൻ എല്ലാ ലെവലിലും അവരെത്തിച്ച്, മന്ത്രിയായി, MLA ആയി, എല്ലാ പൊസിഷനിലും പാർട്ടി എത്തിച്ചു. അപ്പോൾ ഇനി പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യയ്ക്ക് ആകാം. പാർട്ടി സെക്രട്ടറി ഭാര്യ ആദ്യമായിട്ടല്ലോ, MLA ആയോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ BSന്റെ മകൻ അരുൺകുമാർ ഇത്രയും നല്ലൊരു നേതാവാണ്, അല്ലെ? ജനപ്രിയ നേതാവാണ് നമ്മുടെ BS. അദ്ദേഹത്തിന്റെ മകൻ അരുണിന് പാർട്ടി സ്ഥാനാർത്ഥിത്വം ഇതുവരെ കിട്ടിയിട്ടില്ല. പാർട്ടി സ്ഥാനാർത്ഥിത്വം പാർട്ടിയായിട്ട് കോടിയേരി ബാലകൃഷ്ണന്റെ മകനും കിട്ടിയിട്ടില്ല. അല്ല, അവരാരും പാർട്ടിയായിട്ട് പ്രവർത്തിക്കുന്നില്ലല്ലോ. അവർ പാർട്ടി സഖാക്കളുടെ മക്കളാണ് എന്ന നിലയ്ക്ക്. അല്ല, ഇപ്പൊ ഈ പറയുന്ന PK അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക്, അതായത് നമ്മുടെ MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് കൊടുത്തതും അതുകൊണ്ടാണല്ലോ. അല്ല, അങ്ങനെയല്ല. അവർ ആദ്യ കാലാകാലങ്ങളായിട്ട് അവർ ജില്ലാ പഞ്ചായത്ത് അവിടുത്തെ പ്രസിഡന്റ് ആയിരുന്നു. ആ കാരണങ്ങളൊക്കെ അവർ പാർട്ടി പ്രവർത്തകർ വല്ല മംഗള ബോർഡിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടില്ല. ഞാൻ വായിച്ചിട്ടുള്ളതാണ്. അതിലൊക്കെ പ്രവർത്തിക്കുന്നവരാണ്. പിന്നെ അതുകൊണ്ട് അവർ കൊടുത്തതിൽ കുറ്റമായിട്ട് ഞാൻ കാണുന്നില്ല. ഇവരാരും പാർട്ടി പ്രവർത്തകരുമല്ല, അവർ പാർട്ടി സഖാക്കളുടെ മക്കളാണ്. എന്നതിനുപരി അവരൊന്നും പൊതുരംഗത്ത് നിന്ന് പ്രവർത്തിക്കുന്നതല്ല. അവരൊക്കെ വേറെ ഫീൽഡിൽ അവസരം കൊടുത്താലേ അവർ വരണ. പാർട്ടി അങ്ങനെയല്ല, അവർ അങ്ങോട്ട് വരണ്ട. അവർക്ക് ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു. അരുൺകുമാറിനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. അവരപ്പോഴൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അച്ഛൻ്റെ തണലിൽ അങ്ങനെ നിന്ന് ജോലികളായിട്ടൊക്കെ നിന്നത്, അല്ലാതെ പ്രവർത്തിക്കാൻ നിന്നത്. അത് കൊടിയേരിയുടെ മോൻ നേരത്തെയൊക്കെ SFIയിൽ നിന്നെങ്കിലും പിന്നീട് അവർ പാർട്ടിയായിട്ടുള്ള അവർ ബിസിനസ്സും മറ്റു കാര്യങ്ങളായിട്ടാണ് പോയത്. അതുകൊണ്ടായിരിക്കും പാർട്ടി അങ്ങനെ കണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മനസ്സിൽ തട്ടി തന്നെയാണോ പറയുന്നത്? അതെ, മനസ്സിൽ തട്ടിയാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ അതിലല്ല വേറെ ഒന്നുമില്ല. അപ്പോൾ ഇതിപ്പോൾ അത് ശരി, ഓക്കെ. അപ്പോൾ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഇടതുപക്ഷം, അതായത് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി 3ാം തുടർ ഭരണത്തിലോട്ട് വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം അത് ആവശ്യമുണ്ട്. നമ്മുടെ ഓരോ നാട്ടിലുണ്ടായ ഓരോ പ്രശ്നങ്ങളുണ്ടല്ലോ, നമുക്ക് ഒരുപാട് ദുരന്തങ്ങളുണ്ടായി. ആ സമയത്തൊക്കെ സാധാരണക്കാരനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ ആ ഗവൺമെൻറ്റാണ് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഏതെങ്കിലും ഒരു 1-2 കാര്യങ്ങളും കൂടെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഓഗി ദുരന്തം വന്നല്ലോ, നമ്മുടെ നിപ്പ വൈറസൊക്കെ പഠിച്ചല്ലോ, ആ സമയത്തുള്ള ഇടപെടൽ. അതേപോലെ തന്നെ അന്നത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന KK ശൈലജയായിരുന്നു അതിൽ എടുത്തു പറയുന്നത്, അല്ലേ? പക്ഷേ 2ാം സർക്കാരിന്റെ ഭരണകാലത്ത് ഗവൺമെന്റിന്റെ ഇതെന്ന നിലയ്ക്കാണ്. അതെ, തീർച്ചയായും അത് നമ്മൾ പാർട്ടി ഭേദമന്യേ എല്ലാവരും എടുത്തു പറയുന്ന ഒരു പേരാണ് KK ശൈലജ എന്ന് പറയുന്നത്. ടീച്ചറെ ആരും മറക്കൂല. പക്ഷേ 2ാം സർക്കാരിന്റെ ഭരണത്തിൽ ടീച്ചറെ മാറ്റി. ഇപ്പൊ 3ാമതിപ്പം വരുന്നുണ്ട്. അപ്പൊ ടീച്ചർ അധികാരത്തിൽ ഏതെങ്കിലും മന്ത്രിസ്ഥാനത്ത് എത്തുമെന്ന് തോന്നുന്നുണ്ടോ? പാർട്ടിയാണല്ലോ, നമ്മളെ എന്ത് പറയാനുള്ള, അതൊക്കെ അവരെ ഘടകങ്ങൾ ആലോചിച്ചല്ലേ തീരുമാനിക്കണ്ടേ.
അതിലും നമ്മളെയും കാട്ടി വളരെ ബുദ്ധിയുള്ള ആളുകളല്ലേ അവരൊക്കെ അങ്ങനെ ആലോചിച്ചല്ലേ തീരുമാനിക്കും. ഇപ്പൊ എന്തായാലും മൂന്നാം ഭരണം വരുമെന്ന് ഉറപ്പാണ്. കാരണം ഇതാരാ കൈവിടുന്നത്? സാധാരണക്കാരും കൈവിടില്ല. കാരണം എല്ലാം സംരക്ഷിക്കല്ലേ എല്ലാ മേഖലയും. ചേട്ടന്റെ വോട്ട് എന്തായാലും സംശയമുണ്ടോ? ഉറപ്പാണ്, 100% ഉറപ്പാണ്. ആ ഒരു പട്ടിക അടുത്ത ഒരു മൂന്നാം തുടർ ഭരണത്തിന് വഴിവെക്കും അല്ലെങ്കിൽ വഴിവെക്കും എന്ന് തോന്നുന്നുണ്ടോ? രാഷ്ട്രീയം പൊതുവെ സംസാരിക്കാറില്ല. എന്നാലും ഒന്നാമത് ലക്ഷത്തോട് വെറുപ്പാണ്. അത് നല്ല കാര്യമാണ്. അതുകൊണ്ടാണ്. പിന്നെ വന്നിട്ടും കാര്യമൊന്നുമില്ല എന്നാണ്. ഇനി ഇത് വരില്ല, തുടർ ഭരണം വരില്ല എന്നുള്ളതാണോ? ഇല്ല. അടുത്തത് ആരായിരിക്കും? അങ്ങനെ പറ്റില്ല. എന്നാലും ഒരു ചാൻസ് ഉള്ളത് ചാൻസ് ഇല്ല അങ്ങനെ. കാരണം ഇപ്പൊ 3 പേരും ഏകദേശം തൊട്ടടുത്തടുത്തായിട്ട് നിൽക്കുകയാണ്. അതെ അല്ലേ? പണ്ടത്തെ പോലെ അല്ല. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴത്തെ ഇലക്ഷനിൽ വ്യക്തമായിട്ട് അങ്ങനെ ഒരു പിക്ചർ പറയാൻ പറ്റില്ല. എന്നാലും സ്ഥാനം ഇടതുപക്ഷത്തിന് അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മുടെ വലതുപക്ഷമായിരിക്കും എന്നൊരു ചെറിയൊരു സംസാരം. അല്ലെങ്കിൽ BJP. ഇല്ല, BJPക്ക് സാധ്യതയില്ല. BJPക്ക് വരാനുള്ള കുറച്ചും കൂടെ ആവണം. അതെ, ഇനി ഒരു തവണയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനും, കാരണം നമ്മൾ പറഞ്ഞിരുന്നു കോർപ്പറേഷൻ അവരൊക്കെ ഒരിക്കലും കിട്ടില്ല എന്ന്. അല്ല, കോർപ്പറേഷൻ കിട്ടും നമുക്ക് നല്ലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ലാസ്റ്റ് സമയത്ത്. അതെ. പക്ഷെ ഇപ്പോഴത്തെ സംസ്ഥാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കൊന്ന് വ്യക്തമായിട്ടൊരു പിക്ചർ കാണുന്നില്ല. എന്തായാലും തുടർഭരണം വരില്ല എന്ന് ഉറപ്പാണല്ലേ? അതാ വരുമെന്നാണോ? വരില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അപ്പോൾ എന്താണെന്ന് നോക്കാം. ശരി, ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? അതായത് പല പ്രമുഖരായ നേതാക്കന്മാരെ എല്ലാം എടുത്തു മാറ്റിയിട്ടുണ്ട്. അതായത് 2 പ്രാവശ്യത്തിൽ കൂടുതൽ എന്നുള്ളതിൽ സുധാകരനെയാണെങ്കിലും മണിയാണെങ്കിലും സ്പീക്കർ ഷംസുദ്ദീനാണെങ്കിലും ഒക്കെ പോയിട്ടുണ്ട്. പക്ഷേ പകരം വന്നിരിക്കുന്നത് MV ഗോവിന്ദൻ്റെ ഭാര്യയും നമ്മുടെ മന്ത്രിയായ ബിന്ദു ഒക്കെയാണ്. അപ്പോൾ ഇത് എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. കാരണം പുതിയൊരു മാറ്റമാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നല്ലൊരു സുസ്ഥിര ഭരണം ആണ് മിക്കവാറും ഒരു 95% ആൾക്കാരും പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മൂന്നാം തുടർ ഭരണം വരുമെന്ന് ഉറപ്പാണോ? അതൊരു 85% വരുമെന്നാണ്. ഇല്ല എന്നാണ്. വരില്ല. അത് ശരി. മൂന്നാം തുടർ ഭരണം ഇല്ല എങ്കിൽ പിന്നെ ആരായിരിക്കും എന്നുള്ളതാണ് അടുത്ത ചാൻസ് BJPക്കാണെന്നാണ് തോന്നുന്നത്. BJPക്കാണെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു എന്തു പറയാനായിട്ട് ബുദ്ധിമുട്ടി നിന്നൊക്കെ മാറി അല്ലേ വേറൊരു കാരണം 10 വർഷമായില്ലേ അല്ലേ? ഇതിൽ നിന്നൊരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാം നല്ലൊരു ഭരണം. കാരണം ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ലാത്ത നല്ല രീതിയിൽ പുതിയ ടെക്നോളജി പുതിയ ഇതെല്ലാം ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എല്ലാ ജനങ്ങളും. ചേട്ടൻ്റെ ആഗ്രഹം പോലെ നടക്കട്ടെ എന്നുള്ളതാണ് അല്ലേ? തീർച്ചയായിട്ടും.